നമസ്കാരം. അപ്പോ വയനാടുണ്ടായ ആ വലിയൊരു ദുരന്തത്തിന്റെ ഒരു വേദന കെട്ടടങ്ങാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത്, ഈ സെക്കൻഡുകളിൽ ഇപ്പോഴും കുറച്ച് വളരെ മോശവത്തായ രീതിയിൽ വിഷം പുറന്തള്ളുന്ന ഒരു ചെറിയ ശതമാനം ജനത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ്. അവർ പറയുന്നത് ദൈവം എവിടെ പോയി, ദൈവമില്ല. എന്നാൽ ഈ പറയുന്നത് വളരെയധികം വിഡ്ഢിത്തരാണ്. കാരണം ചില സമയങ്ങളിൽ ദൈവം മനുഷ്യനായി രൂപം കൊള്ളാറുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ദുരന്ത ഭൂമിയിൽ ദൈവം എന്ന് വിളിക്കാൻ പറ്റിയ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യമാണ്. അതിനോടൊപ്പം തന്നെ മനസാക്ഷിയുള്ള, മനുഷ്യത്വമുള്ള, 98% മനുഷ്യത്വമുള്ള ഒരു വിഭാഗം നല്ല ജനത ആ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത് നമ്മൾ നേരിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ദൈവമില്ല എന്ന് പറയുന്നവർക്ക് അതൊരു തിരിച്ചടിയാണ്. ശരിക്കും വേദന കിട്ടടങ്ങാത്ത ഈ ഒരു സമയത്തും ജാതിയും മതവും നിറവും വേർതിരിക്കുന്ന ഒത്തിരി വിഷമയമുള്ള ജീവികൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണ്. മനുഷ്യത്വമില്ലായ്മ എന്ന് തന്നെ ഇതിനെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ദുരന്തമുഖം മുഴുവനായും ഇപ്പോഴും സങ്കടത്തിന്റെ ആഴത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിലും വളരെ മോശവത്തായ രീതിയിലുള്ള ഇമ്മാതിരി സഞ്ചാരം എന്തിനാണ്? ശരിക്കും ഒത്തിരി സങ്കടം തോന്നും. കാരണം ഇത്രയും വലിയൊരു ദുരന്തം, ഇത്രയും ജീവനുകൾ അപഹരിച്ച ആ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും ഒരു തരി പോലും കൂസലില്ലാതെ മോശവത്തായ വാക്കുകൾ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറയുന്നത് ശരിക്കും ലോക മലയാളികൾക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ വർഗത്തിന് തന്നെ ഒരു അപമാനമാണ്. ഓരോ വലിയ മാധ്യമങ്ങളുടെയും ചെറിയ മാധ്യമങ്ങളിലൂടെയും ദുരന്തമൂഹത്തിന്റെ നേർക്കാഴ്ച എന്റെ കണ്ണിലൂടെ അല്ല, നമ്മളുടെ കണ്ണിലൂടെ നേരിൽ കണ്ടറിഞ്ഞതാണ്. ഒത്തിരി നിമിഷങ്ങൾ സങ്കടങ്ങൾ ആഴ്ന്നിറങ്ങി സഞ്ചരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നിട്ടും ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവുകളാണ് ഇമ്മാതിരി മീഡിയകളുടെ മോശവത്തായ വാക്കുകൾ പ്രചരിപ്പിക്കുന്നവർ. എന്തിനാണ് ആ ഒരു ദുരന്തമുഖത്തും വിഷമയം കലർത്താൻ ശ്രമിക്കുന്ന മനുഷ്യരെ? നിങ്ങൾക്കുമില്ലേ സഹോദരി സഹോദരന്മാർ? ആ ഒരു ദുരന്തമുഖത്തുണ്ടായ അനുഭവങ്ങൾ, സ്വന്തക്കാർ, ബന്ധുമിത്രാദികൾ അടക്കം മരണപ്പെട്ടവർ ഇപ്പോഴും കണ്ണീരൊടുങ്ങാതെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും സങ്കടത്തിന്റെ കടലിലായവർ ഒത്തിരി പേരാണ് ഈ ഓരോ നിമിഷവും നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദുരന്തത്തിന്റെ അവസാനവും അല്ലെങ്കിൽ ആദ്യവും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ശൈലിയാണ് മനുഷ്യരുടെയെന്ന് തീർച്ചയായിട്ടും ഈ പ്രളയത്തിനും ഈ പറയുന്ന വലിയ ഈ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷവും മീഡിയകൾ വഴി ഒത്തിരി മോശവത്തായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആ ഒരു വിഭാഗം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മനുഷ്യത്വമില്ലാത്ത ഒരു വിഭാഗം ഈ ഒരു സമൂഹത്തിലുണ്ടെന്നുള്ള കാര്യം. ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് നിസ്സാരക്കാരിയല്ല. കാരണം ഒരു വ്യക്തിയുടെ ജനനം മുതൽ അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ മനസ്സിലുണ്ടായ ഒരു വലിയൊരു വീട്, ആ ഒരു വീട് നഷ്ടമായി. അവന്റെ ബന്ധുമിത്രാദികൾ അവർ നഷ്ടമായി. അവന്റെ കുഞ്ഞുങ്ങൾ അവർ നഷ്ടമായി. അവനിനി ആദ്യം മുതൽ എല്ലാം രണ്ടാമത് കെട്ടിപ്പടുത്തണം. എന്നാൽ മാത്രമേ അവന്റെ ജീവിതത്തിനൊരു അർത്ഥമുള്ളൂ. ആ ഒരു വലിയ ദുരന്തമുഖത്തു നിന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെയായാലും നേരിട്ടായാലും കാണാൻ സാധിച്ചു ഓരോ മൃതദേഹങ്ങളുടെയും ഓരോ ചെറിയ ഭാഗങ്ങൾ പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് DNA ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമാണ് അവരുടെ ബന്ധുമിത്രാദികൾക്ക് തിരിച്ചു കൊടുത്ത് അതിനുശേഷം അവരെ ദഹിപ്പിക്കാനുള്ള ഒരു കർമ്മം നടത്താൻ തന്നെ ഒരു അവസരം ഉണ്ടായുള്ളൂ. ഒരു മനുഷ്യൻ ജനിച്ച് അവന്റെ മരണശേഷം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മങ്ങൾ അവന്റെ ജാതി സംബന്ധമായിട്ടും അവരുടെ ആ ഒരു വർഗ സംബന്ധമായിട്ടും അതിന് പോലും സാധിക്കാത്ത സിറ്റുവേഷൻസ് ആയിരുന്നു. ഈ ഓരോ സിറ്റുവേഷൻസിനെയും തരണം ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു വലിയ വിഭാഗം നന്മയുടെ നിറകുടങ്ങളായ നല്ല മനുഷ്യർ അവിടെ പ്രയത്നിക്കാനുണ്ടായിരുന്നു. അവരാണ് ഈ ഭാരതത്തിന്റെ സൈന്യം. അതോടൊപ്പം തന്നെ നല്ല മനുഷ്യത്വമുള്ള നല്ല പച്ചയായ മനുഷ്യർ. തീർച്ചയായിട്ടും നമ്മുടെ നാടുകളിൽ നിന്നും ദുരന്തമുഖത്തേക്ക് ചെന്ന് സഹായിച്ച, അകമഴിഞ്ഞ് സഹായിക്കാൻ മനസ്സുണ്ടായ
നല്ല മനസ്സിനുടമകൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു വലിയ തെളിവാണത്. ഈ ഒരു വലിയ വേദനാജനകമായ സിറ്റുവേഷൻസിലും മുതലെടുക്കാൻ കള്ളന്മാരും തെമ്മാടികളും ഇറങ്ങി നടക്കുന്ന കാര്യവും നമ്മൾ മീഡിയകൾ വഴി കണ്ടതാണ്. അത് മാത്രമല്ല, ഒരു ചെറിയ ക്യാമറയ്ക്ക് മുൻപിലിരുന്ന് അധിക്ഷേപിച്ചവരും അസഭ്യം പറഞ്ഞവരും ഒട്ടനവധിയാണ്. മീഡിയകളിലൂടെ മോശവത്തായ രീതിയിൽ കമന്റ്സ് ഇട്ട ഒരു വിഭാഗവും നമ്മൾ നേരിട്ട് കണ്ടതും കേട്ടതുമാണ്. തീർച്ചയായിട്ടും അവർക്കെതിരെ ഓരോ ജനതയും ഓരോ മലയാളികളും ആഞ്ഞടിക്കുക തന്നെ ചെയ്തു എന്നുള്ളതിന് തെളിവുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, അമ്മമാർ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നതിന് വേണ്ടി ഒരു സ്ത്രീജനം മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീജനത്തിന്റെ നല്ല മനസ്സ് തുറന്നു കാണിച്ചപ്പോൾ മീഡിയകളിൽ വളരെ മോശവത്തായ രീതിയിൽ ഒരു വ്യക്തി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ആരാണ്? ജേഴ്സി പശുവാണോ പാല് കൊടുക്കുന്നതിന് എന്നുള്ളൊരു ഒറ്റ ക്വസ്റ്റ്യൻ. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട സെക്കൻഡുകൾ മാത്രമേ ബാക്കി വന്നുള്ളൂ. നന്മയുള്ള മലയാളികൾ അതിനുള്ള മറുപടി, ചുട്ട മറുപടി ചൂടൻ രൂപത്തിൽ തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ കയറി വെട്ടി എന്നുള്ളതാണ് നമ്മൾ മീഡിയ വഴി പിന്നീട് കണ്ടത്. അതും മലയാളികളുടെ അന്തസ്സായുള്ള ഒരു പ്രതികരണമാണ്. ഈ ഒരു വേദനാജനകമായ സിറ്റുവേഷനിലും വളരെ മോശവത്തായ രീതിയിലുള്ള കമന്റ്സിനാണ് ആ ഒരു പ്രതികരണം. പിന്നെ ഒത്തിരി പ്രാധാന്യമുള്ള രണ്ടാമത്തെ ഒരു വീഡിയോ വൈറലാക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കൂട്ടുകാരനുണ്ട്. അവന്റെ പേര് ഞാൻ തുറന്നു പറയുന്നില്ല. തീർച്ചയായിട്ടും അവൻ വൈറലായി എന്ന് അവനാണ് വിചാരിക്കുന്നത്. ലോകത്തിലെ മലയാളികൾക്ക് അവനൊരു അപമാനമാണെന്ന് വീണ്ടും അവൻ തെളിയിച്ചിരിക്കുകയാണ്. ആ ഒരു വീഡിയോയിൽ, രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനില്ല, എൻ്റെ കുഞ്ഞിനെ കാണാനില്ല, അല്ലെങ്കിൽ ഇത്ര പേര് എൻ്റെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ അവൻ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് അതിൻ്റെ താഴെയായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. കളിയാക്കുക, അധിക്ഷേപിക്കൽ, അപമാനിക്കുക എന്നുള്ള തരത്തിലുള്ള വീഡിയോയാണ് ആ പറയുന്ന ആ ഒരു സുഹൃത്ത്. ആ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ വൈറലാവാൻ വേണ്ടിയാണ് ഈ ഓരോ നിമിഷവും ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണോ ഇത്രയും മലയാളികൾ, ലോക ജനത കണ്ണീരിലാണ്ടിരിക്കുന്ന ഈ ഒരു സെക്കൻഡുകളിലാണോ ഇവനൊക്കെ ഈ വൈറലാവാൻ വേണ്ടി ഇങ്ങനെ വീഡിയോസ് കുത്തിക്കയറ്റി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സഞ്ചരിക്കുന്നത്? അവനപ്പം തന്നെ പോലീസ് പൊക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തമുഖത്ത് നേരിട്ട് കാണാൻ സാധിച്ചത്. കാരണം ദുരന്തങ്ങളിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ഭാരതത്തിന് സേനയും നല്ല മനുഷ്യത്വമുള്ള നല്ല ചുണക്കുട്ടികളായ ആമ്പുള്ളവരും ആ ഒരു പ്രവർത്തന മേഖലയിൽ ആ ഒരു ദുരന്തമുഖത്ത് നിന്ന് കൈപിടിച്ച് കയറ്റുന്നതിനായി അവസാനം വരെയും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ആ ഓരോ നിമിഷവും വീടുകളിലിരുന്ന് മോശവത്തായ വീഡിയോകൾ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തവരും, അതോടൊപ്പം തന്നെ ജാതി, മതം, പിന്നെ നിറഭേദം എന്നിവ കൂട്ടിക്കലർത്തിയുള്ള സംഭാഷണവും പ്രചരിപ്പിച്ച ഒത്തിരി കൂതറ മീഡിയകളുണ്ട്. ഒത്തിരി ചെറിയ ഒരു വിഭാഗമാണെങ്കിൽ ഇപ്പോഴും ആ ഒരു വിഷാംശമുള്ള ജനവിഭാഗമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ കാര്യം കൂടി പറയാനുള്ളത്. വളരെ തെറ്റായ ഒരു സഞ്ചാരണം, വളരെ മോശവത്തായ രീതിയിലുള്ള ഒരു സംഭാഷണ രീതിയാണ് അതൊക്കെ. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായാണ് നിൽക്കേണ്ടത്. തീർച്ചയായും വളരെ തെറ്റായ രീതിയിലുള്ള ഒരു സഞ്ചാരം തന്നെയാണ് ആ ഒരു പ്രവർത്തനം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.